ചിലർക്ക് ദേവാലയം എന്ന് പറഞ്ഞാൽ പതിവ് പോലെ വന്നു പോകുന്ന ഒരു സ്ഥലമാണ്. ചിലർക്കാകട്ടെ വല്ലപ്പോഴും ഒക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുന്ന സ്ഥലമാണ്. ചിലർക്കാകട്ടെ എന്ത് പറഞ്ഞാലും വിമർശിക്കാൻ വീട്ടിൽ പറയാൻ പറ്റത്തില്ല, അതുകൊണ്ട് നാട്ടിലിറങ്ങി പറയാൻ വേണ്ടി വിമർശിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ട് ദേവാലയത്തെ കാണുന്നുണ്ടെങ്കിൽ ഉയരത്തിലൊരു ദൈവമുണ്ട്. അവൻ്റെ ആലയം പരിശുദ്ധവും പരിപാവനവുമാണെന്ന് മറന്നു പോകരുത്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായത്തിൽ ബേൽശസ്സർ രാജാവ് തൻ്റെ അപ്പനായ നെബൂഖദ്നേസർ രാജാവ് യെരൂശലേം ദേവാലയത്തിൽ നിന്ന് കൊണ്ടുവന്ന പൊൻവെള്ളി പാത്രങ്ങളിൽ വീഞ്ഞൊഴിച്ച് വെപ്പാട്ടിമാർക്കും രാജ്ഞിമാർക്കും ഒക്കെ കൊടുത്തൊരു വിരുന്ന് നടത്തിയപ്പോൾ യഹോവയുടെ കയ്യ ഭിത്തിയിൽ എഴുതി, മെനെ മെനെ തെക്കലൂഫർ, ഞാൻ നിന്റെ രാജ്യത്വം എണ്ണും, ഞാൻ നിന്നെ തുലാസിൽ തൂക്കും, നിന്നെ കുറവുള്ളവനായി കണ്ടാൽ ഞാൻ നിന്റെ രാജ്യം പാഴ്സികൾക്കും മേദ്യർക്കുമായി പകുത്തു കൊടുക്കുമെന്ന്. പ്രിയമുള്ള വിശ്വാസികളെ, നമ്മുടെ ഓരോരുത്തരുടെ രാജ്യം നമ്മളുടെ കുടുംബങ്ങളാണെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. ആരാധനയുടെ സമയത്ത് അലസതയോടെ വീട്ടിലിരുന്നാൽ വരും തലമുറ ദൈവത്തെ അറിയാത്ത ഒരു തലമുറയാകുമെന്ന് മറന്നു പോകരുത്. നമ്മുടെ പ്രാർത്ഥനയുടെ വലിപ്പം ഒരു ഫോൺ റിങ് ചെയ്യുന്നതിന് അത്രേ ഉള്ളൂ. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുടുംബ പ്രാർത്ഥനയ്ക്ക് നമ്മളിരിക്കുമ്പോൾ ഫോൺ അടിച്ചാൽ നമ്മൾ ചാടി എഴുന്നേറ്റ് ഓടും. കാരണം ഞാൻ വിളിക്കുന്നവൻ ഈ വിളിക്കുന്നവനേക്കാൾ വലുതാണെന്നാണ് നമ്മുടെ ഒരു ഭാവം. എന്നാൽ ഞാൻ വിളിക്കുന്ന എൻ്റെ സ്വർഗസ്ഥനായ ദൈവം 1000 സൂര്യനേക്കാൾ തേജസ്സുള്ളവനല്ലേ? മാലാഖമാരുടെ നാട്ടിലുള്ളവനല്ലേ അവൻ? ക്രോബകൾ വഹിക്കുന്ന തേരിൽ അഗ്നിസിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്ന പരിശുദ്ധ ദൈവം. ക്രോബകൾ, നീലക്കണ്ണുള്ള ക്രോബകൾ സദാ പരിശുദ്ധൻ 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 എന്ന് ആർത്ത് അട്ടഹസിക്കുന്ന ദൈവത്തിൻ്റെ മുൻപിലിരിക്കുമ്പോൾ ലോകത്തിലെ ആരെങ്കിലും വിളിക്കുമ്പോൾ അതെടുത്തുകൊണ്ട് ഫോണിൽ സംസാരിച്ചു കൊണ്ട് പോകുമ്പോൾ അവസരങ്ങളെ അനുഗ്രഹങ്ങൾക്ക് പകരം ശാപമാക്കുന്നവരാണ്. ആയതുകൊണ്ട് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ക്രിസ്തുവിൻ്റെ മുൻപിൽ എൻ്റെ കഷ്ടങ്ങളെല്ലാം എൻ്റെ അനുഗ്രഹങ്ങൾക്ക് കാരണമാകണമെന്ന് മക്കളെ പറഞ്ഞു പഠിപ്പിക്കുന്ന, കുരിശിൻ്റെ ചുവട്ടിൽ ധൈര്യപ്പെടുത്തിയ ഒരമ്മയെപ്പോലെ കുരിശുകൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ധൈര്യത്തോടെ മകനെ നിന്റെ കൂടെ നിന്റെ ദൈവമുണ്ടെന്ന് പറഞ്ഞു കൊടുക്കുവാൻ മാതൃകയോടെ ജീവിക്കുന്ന മാതാപിതാക്കളാകാം. 2 വർഷക്കാലം ദൈവം എനിക്കും നിങ്ങൾക്കും അവസരം നൽകി ഇതുപോലെ യാഗപീഠങ്ങളെ പണിയുവാൻ. എവിടെ നമ്മളുടെ ഭവനങ്ങളെ യാഗപീഠമാക്കുവാൻ കഴിഞ്ഞ 2 വർഷക്കാലം നമുക്ക് സാധിച്ചോ? നമുക്ക് 2 വർഷം ദൈവം അവസരം നൽകി. ആദ്യമൊക്കെ ദേവാലയത്തിൽ വരാതിരുന്നപ്പോൾ നമുക്ക് എന്തൊരു സങ്കടമായിരുന്നു. കൂട്ടായ്മയ്ക്ക് വരാതിരുന്നപ്പോൾ നമുക്ക് എന്തൊരു സങ്കടമായിരുന്നു. യോഗങ്ങൾക്ക് വരാതിരുന്നപ്പോൾ നമുക്ക് എന്തൊരു സങ്കടമായിരുന്നു. പിന്നെ നമ്മൾ എന്ത് വിചാരിച്ചു? അതൊരു സുഖമാക്കി മാറ്റി. ആദ്യ ദിവസങ്ങളിലെല്ലാം നമ്മൾ പരാതി പറഞ്ഞു. തിരുമേനിയെ വിളിച്ചു, കൊച്ചമ്മയെ വിളിച്ചു, അച്ഛനെ വിളിച്ചു. അച്ഛ, ഞങ്ങൾക്ക് ആലയത്തിൽ വരുന്നതാണ് ഇഷ്ടം. അച്ഛൻ പറഞ്ഞ് ഇന്നടത്തൊരു ലൈവ് ഉണ്ട് കണ്ടോളാൻ. ആദ്യം അതൊന്ന് പഠിപ്പിച്ചു കൊടുക്കുക മാത്രം കണ്ടു. പിന്നെ ആദ്യത്തെ കുറച്ച് ആഴ്ചകളിൽ എന്തൊരു ആരാധന, എന്തൊരു പ്രാർത്ഥന, എന്തൊരു ഭക്തി. അത് കഴിഞ്ഞൊരു 2-3 ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ അടുക്കളയിൽ ഒരു ആരാധനയായി, വരാന്തയിൽ പത്രം വായിച്ചുകൊണ്ട് മറ്റൊരു ആരാധനയായി, കട്ടിലിൽ കിടന്ന് ഉറങ്ങുന്നവർക്ക് വേണ്ടി വേറൊരു ആരാധനയായി. ഞാൻ കിടക്കുന്നിടത്തേക്ക് ഇറങ്ങി വരുന്നൊരു ദൈവം, പൊട്ടക്കിണറ്റിൽ യോസഫിനോട് കൂടി ഇറങ്ങിയ ദൈവം എന്നൊക്കെ പറയുന്നത് പോലെ പുതപ്പിനുള്ളിൽ കിടന്നുറങ്ങുന്ന നമുക്ക് വേണ്ടിയും കറി വെക്കുന്ന നമുക്ക് വേണ്ടിയും ഇറങ്ങി വരുന്ന ദൈവത്തെ ആരാധനയ്ക്കായി നമ്മൾ വിളിച്ചു വരുത്താൻ തുടങ്ങി. ഇപ്പോഴും നമ്മൾ ആ പുതപ്പിനുള്ളിൽ പലപ്പോഴും കിടന്നിട്ട് ഇന്ന് പോകുന്നില്ല പിന്നെയാകട്ടെ എന്ന് പറഞ്ഞ് സുഖത്തിൽ വീണ്ടും വീണ്ടും കിടക്കുകയാണ്. പക്ഷേ നഷ്ടപ്പെടുത്തിയ 2 വർഷത്തിലെ ആഘോഷങ്ങൾ എന്തെങ്കിലും നമ്മൾ തിരിച്ചു പിടിക്കാതിരിക്കുന്നുണ്ടോ? അന്ന് നടത്തിയ കല്യാണത്തിന് ഇപ്പോഴും വിരുന്ന് കൊടുക്കുന്നവരെന്ന് എനിക്കറിയാം. നടത്തിയ ആഘോഷങ്ങളെല്ലാം തിരിച്ചു പിടിക്കുക, നമ്മളുടെ ആഡംബരങ്ങളെല്ലാം തിരിച്ചു പിടിക്കുക. എന്തിനു പറയണം? ഓൺലൈൻ ഭ്രമം കൂടിയിട്ട് നമ്മൾ പറയുന്നത് എന്താണെന്നറിയോ? അയ്യോ, ഇത് നിർബന്ധമോ? വയ്യാത്ത ഒരുപാട് പേര്, പണ്ടാർക്കും വയ്യാതെ ഇരുന്നിട്ടില്ല. തന്നെയല്ല, കൺവെൻഷന്റെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും വിദേശത്തു നിന്ന് ഒരുപാട് പേര്. അത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ? അബ്രഹാമിന്റെ മടിയിൽ ലാസർ ഇരിക്കുമ്പോൾ ധനവാൻ ചോദിച്ചു, നാട്ടിലേക്ക് ഈ ലാസറിനെ വീണ്ടും ഒന്ന് വിടാമോ എന്ന്. അന്നേരം അതിന് മറുപടിയായിട്ട് പിതാവ് പറഞ്ഞു, വേണ്ട, ഞാൻ നാട്ടിൽ അതിനുള്ള ആൾക്കാരെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾക്കെല്ലാം ഇന്നും ഇതിലും കൂടുതൽ ആളുകൾ സെറ്റിയിലിരുന്നും കട്ടിലിരുന്നും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ കാണുന്നുണ്ട്. ദൈവത്തെ ഞാനായിരിക്കുന്നിടത്തേക്ക് വിളിച്ചിറക്കിക്കൊണ്ടുവരുവാനാ അവസരങ്ങളെ അനുഗ്രഹങ്ങളാക്കി മാറ്റിയില്ലെങ്കിൽ വിശ്വാസക്കപ്പൽ ആടുമ്പോൾ നമ്മൾ വിറയ്ക്കും. 2 തിമോത്തിയോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഒരുവൻ മല്ലുകെട്ടിയാലും ചട്ടപ്രകാരം നടക്കുന്നില്ല എങ്കിൽ കിരീടം പ്രാപിക്കുന്നില്ല. പ്രിയമുള്ള മാതാപിതാക്കളെ, ചട്ടപ്രകാരം മക്കളെ നടത്തുവാൻ വിശ്വാസ ജീവിതം മക്കൾക്ക് കാണിച്ചു കൊടുത്ത് അവസരങ്ങളെയും കണ്ണുനീരുകളെയും ദൈവസന്നിധിയിൽ അനുഗ്രഹങ്ങളാക്കി മാറ്റുന്ന മാതാപിതാക്കളാക്കി നമ്മൾ മാറണം.